നമസ്കാരം. പാരീസ് ആസ്ഥാനമായ VFX ആനിമേഷൻ കമ്പനിയായ ടെക്നികളർ ക്രിയേറ്റീവ് സ്റ്റുഡിയോസ് പെട്ടെന്ന് അടച്ചുപൂട്ടിയതോടെ 2000-ലേറെ ഇന്ത്യൻ ജീവനക്കാർക്ക് പണിയില്ലാതെയായി. ഇവർക്ക് ഫെബ്രുവരിയിലെ ശമ്പളവും കിട്ടിയില്ല. പലരും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയാണ്. കമ്പനിയുടെ ഇന്ത്യൻ മേധാവി ബിരേൻ ഘോഷ് സാമ്പത്തിക പ്രതിസന്ധി ശരിവെച്ചെങ്കിലും ജീവനക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒന്നും പറഞ്ഞില്ല. ആഗോളതലത്തിൽ കമ്പനിയുടെ 10,000-ലേറെ ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് സൂചന. ടെക്നികളർ പൊടുന്നനെ അടച്ചുപൂട്ടിയത് VFX ആനിമേഷൻ വ്യവസായത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ മേധാവിയുടെ വാക്കുകളല്ലാതെ കമ്പനിയുടെ ആസ്ഥാനത്ത് നിന്ന് കൃത്യമായ ഔദ്യോഗിക അറിയിപ്പൊന്നും ജീവനക്കാർക്ക് കിട്ടിയിട്ടില്ലെന്നാണ് ന്യൂസ് 9 ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശമ്പളം മുടങ്ങിയതോടെ വാടക, വായ്പ എന്നിവ അടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് പല ജീവനക്കാരും ആത്മഹത്യയുടെ വക്കിലാണെന്നും ഒരു മുൻ ജീവനക്കാരൻ ന്യൂസ് 9 ലൈവിനോട് പറഞ്ഞു. മുന്നറിയിപ്പൊന്നുമില്ലാതെ ഇന്ത്യയിലെ 2400-ലേറെ ജീവനക്കാരെ വെള്ളത്തിലാക്കിയ ഇന്ത്യൻ മേധാവി ബിരേൻ ഘോഷ് പൊറുക്കാനാവാത്ത തെറ്റാണ് ചെയ്തതെന്ന് ജീവനക്കാർ വിമർശിക്കുന്നു. ഒന്നിനും പണമില്ലാതെ ജീവനക്കാർ വിഷമിക്കുമ്പോൾ ഘോഷിനെ വിളിച്ചാൽ പോലും കിട്ടുന്നില്ലായിരുന്നു. ഒന്നും അറിയാത്ത മട്ടിൽ ബംഗളൂരുവിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇന്ത്യൻ മേധാവി. കമ്പനിയുടെ ഓൺലൈൻ യോഗത്തിൽ ഇന്ത്യൻ മേധാവി ബിരേൻ ഘോഷ് സാമ്പത്തിക പ്രതിസന്ധി ശരിവെച്ചതായി വീഡിയോ ക്ലിപ്പ് പങ്കുവച്ചുകൊണ്ട് ഒരു മുൻ ജീവനക്കാരൻ പറഞ്ഞു. കമ്പനി ആസ്ഥാനത്ത് നിന്ന് ഫണ്ട് എത്തിയില്ലെന്നും ഘോഷ് വ്യക്തമാക്കി. ശമ്പളം കൊടുക്കുന്ന കാര്യം HR പരിഗണിക്കുന്നുവെന്ന് പറഞ്ഞെങ്കിലും എന്ന് കിട്ടുമെന്ന് വ്യക്തമാക്കിയില്ല. ജീവനക്കാരെ പിന്തുണയ്ക്കാമെന്ന് വാക്കാൽ പറഞ്ഞതല്ലാതെ സാമ്പത്തിക കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഘോഷ് സ്വീകരിച്ചത്. ഇതോടെ ജീവനക്കാർ കൂടുതൽ നിരാശരായി. ടെക്നികളർ ഗ്രൂപ്പ് പൂർണ്ണ തകർച്ചയുടെ വക്കിലെന്ന് ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. MPC, മിക്രോസ് ആനിമേഷൻ, ദി മിൽ തുടങ്ങി അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലെല്ലാം നിരവധി വിഷ്വൽ എഫക്ട്സ് സ്റ്റുഡിയോകളുടെ ഉടമസ്ഥരാണ് ടെക്നികളർ ഗ്രൂപ്പ്. ടെക്നികളറിൻ്റെ ഇന്ത്യൻ ഡിവിഷൻ ഒരു ആഗോള ഡെലിവറി കേന്ദ്രമായി മാത്രം പ്രവർത്തിക്കുന്നതാണെന്നും കമ്പനി ആസ്ഥാനത്ത് നിന്ന് ഫണ്ട് കിട്ടിയില്ലെങ്കിൽ ശമ്പളമോ മറ്റ് കുടിശ്ശികകളോ നൽകാൻ തങ്ങൾക്ക് കഴിയില്ലെന്നുമാണ് ഘോഷ് ഓൺലൈൻ യോഗത്തിൽ പറഞ്ഞത്. കമ്പനിയുടെ ഓഫീസുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. എല്ലാ ജീവനക്കാരോടും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. മികച്ച നിലയിൽ പ്രവർത്തിച്ചിരുന്ന ടെക്നികളർ VFX ആനിമേഷൻ സ്റ്റുഡിയോകൾ പെട്ടെന്ന് അടച്ചുപൂട്ടാൻ ഇടയായത് സാമ്പത്തിക ദുർവിനിയോഗം, അമിതമായ ചെലവ്, പണമൊഴുക്ക് എന്നിവയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ടെക്നികളർ ഡയറക്ടർമാർ കമ്പനി വിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നിരുന്നില്ല. ഡിസ്നിയുടെ 1940-ലെ ക്ലാസിക്കായ പിനാക്കോ മുതൽ 2024-ൽ പുറത്തിറങ്ങിയ മുഫാസ, ദി ലയൺ കിങ് വരെയുള്ള സിനിമകളിൽ ടെക്നികളർ ഗ്രൂപ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. ടെക്നികളർ ക്രിയേറ്റീവ് സ്റ്റുഡിയോസ് ഉപസ്ഥാപനങ്ങളായ MPC, ദ മിൽ, മിക്രോസ് ആനിമേഷൻ എന്നിവ അടച്ചുപൂട്ടുന്നതോടെ ഹോളിവുഡിലും ബോളിവുഡിലും ഗെയിമിംഗ് വ്യവസായത്തിലും പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നതിൽ വലിയ കാലതാമസമുണ്ടാകും. ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടം. വിദഗ്ധരായ VFX ആർട്ടിസ്റ്റുകളും സൂപ്പർവൈസർമാരും സാങ്കേതിക വിദഗ്ധരും ഇനി പരിമിതമായ അവസരങ്ങൾക്കായി മത്സരിക്കണം. ഇതോടെ ഇനി വ്യവസായത്തിൽ വേതനത്തിൽ വലിയ കുറവ് വരുമെന്നും മിടുക്കരായ ആർട്ടിസ്റ്റുകൾ മറ്റ് വ്യവസായങ്ങളിലേക്ക് മാറിപ്പോകുമെന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട്. വലിയ VFX സ്റ്റുഡിയോകളിൽ ഭാവിയിലെ നിക്ഷേപത്തിന് പ്രമുഖ നിക്ഷേപകർ മടിക്കുന്ന സാഹചര്യം വന്നേക്കാം. എന്തായാലും നിലവിൽ ജോലി പോയ ആർട്ടിസ്റ്റുകളെല്ലാം ഭാവി എന്തെന്നറിയാതെ വിഷമിക്കുകയാണ്.